നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും J2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടർബോ സിനിമയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള 50 കോടി ക്ലബിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് ട്രാക്കേഴ്സ് പുറത്തു വിടുന്ന കണക്ക് പ്രകാരം എത്തിയത്. പക്ഷേ മമ്മൂക്ക ഫാൻസുകാരും അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനിയൊക്കെ ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുന്നത് 4 ദിവസം കൊണ്ട് ഫാസ്റ്റസ്റ്റ് 50 എത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് എനിക്ക് അത്ര വിശ്വാസം പോരാ. ശരിക്കും ട്രാക്കേഴ്സ് ഒക്കെ പുറത്ത് വിടുന്ന കണക്കുകൾ പ്രകാരം ഇന്നലെ 5 ദിവസം കൊണ്ടാണ്, ഇന്നലത്തെ കളക്ഷനോട് കൂടി തന്നെയാണ് 50 കോടി ക്ലബിൽ എത്തിയതെന്നുള്ളതാണ് അവർ പുറത്തു വിടുന്നത്. ആ കണക്ക് പ്രകാരമുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം മമ്മൂക്ക തന്നെ അശ്വന്ത് കോക്കിൻ്റെ അതിനെതിരെ ഫോട്ടോ ഒക്കെ ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിഷയം. ഇത്തരത്തിലൊക്കെ പലതരത്തിലുള്ള വിവാദങ്ങളിൽ മമ്മൂക്കയെ പോലെയുള്ള ഒരു നിഷ്പക്ഷമായിട്ട് ഒരു ജനാധിപത്യത്തിലൊക്കെ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആൾ ഇങ്ങനെ പെരുമാറുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടെന്ന് നിസ്സാരമായിട്ട് പറയട്ടെ. എന്തായാലും തന്നെ നമുക്ക് നേരെ ഇന്നത്തെ ഒരു ബുക്കിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യമായിട്ട് എങ്ങും തന്നെ ബുക്കിംഗ് ഇല്ല. എനിക്ക് തോന്നുന്നു മഴയായിരിക്കാൻ കാരണം 100-120 ഷോയ്ക്ക് അടുത്ത് മാത്രമാണ് കേരളം ഒട്ടാകെയുള്ള ഫാസ്റ്റ് വിന്നിങ് കൗണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി വേറൊരു കമ്പയറിങ് നടത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ ഇറങ്ങി വർക്കിംഗ് ഡേ ആയിരുന്ന ചൊവ്വാഴ്ച വന്നപ്പോൾ 150 ഷോയിലധികം ഫാസ്റ്റ് വില്ലിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എത്രത്തോളം കളക്ഷനിൽ ഗുരുവായൂർ അമ്പലനടയിലിൻ്റെ അത്രയും പോലും പെർഫോമൻസ് ഈ വർക്കിംഗ് ഡേയിലേക്ക് ആദ്യ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു റിപ്പോർട്ടിലേക്ക് കണക്കുകൾ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്നതിൻ്റെ കണക്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. കേരളത്തിൽ നിന്നും 5ാമത്തെ ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച ഇന്നലെ നേടിയത് 2,30 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയും ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ 5ാമത്തെ ദിവസം തിങ്കളാഴ്ച നേടിയത് 3 കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ നേടി. ഏകദേശം ഒരു 1 കോടി രൂപയ്ക്ക് അടുത്ത് വരെയുള്ള ഒരു കുതിപ്പ്. ഇതിനേക്കാൾ ടർബോ സിനിമയേക്കാൾ 1 കോടി രൂപയ്ക്ക് അടുത്തുള്ള ഒരു കളക്ഷൻ നേട്ടം, കൂടുതൽ കളക്ഷൻ നേടുന്നതായിട്ടാണ് ഗുരുവായൂർ അമ്പലനട സിനിമയ്ക്ക് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിനെ എഴുത്തി പറയുമല്ല, പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. ഒന്ന്, തലവൻ സിനിമയുടെ ഒരു ക്ലാഷ് റിലീസ്, മന്ദാകിനി വന്ന അതും പോസിറ്റീവ് കിട്ടി. പിന്നെ ഗുരുവായൂർ അമ്പലനടയിൽ മികച്ച ഹോർഡോടുകൂടി ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു. പിന്നെ മഴ. ഇത്തരം വെല്ലുവിളികളെ അതിജീവിച്ചിട്ട് മമ്മൂക്കയുടെ തേരോട്ടം 2,30 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ നേടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് കാണേണ്ട കാര്യമില്ല. ഇത് ഒരു ലോങ് റണ്ണിൽ 100 കോടി ക്ലബിലേക്ക് എത്താനുള്ള സാധ്യത ഇപ്പോഴും കാണുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇനി കേരളത്തിന് പുറത്ത് കർണാടകയിൽ ഇന്നലെ 20 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിരുന്നു. അങ്ങനെ അവിടെ 5 ദിവസത്തെ കളക്ഷൻ 2 കോടി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ 5 ദിവസം കൊണ്ട് 20,30 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ എത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ഇന്നലെ 8 ലക്ഷം രൂപയോളം കളക്ഷൻ സ്വന്തമാക്കി മൊത്തം 75 ലക്ഷം രൂപയാണ് 5 ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസിലെ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടി ഇന്നലെ 12 ലക്ഷം രൂപയോളം സ്വന്തമാക്കി എന്നാണ് അറിയുന്നത്. മൊത്തം 86 ലക്ഷം രൂപയാണ് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ 5 ദിവസം കൊണ്ട് സ്വന്തമാക്കിയത്. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഇന്നലെ 2,80 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ 3 കോടി രൂപ പോലും എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ മൊത്തം 5 ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 24.5 കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ എത്തിയെന്നാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ പ്രമുഖ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. എന്തായാലും വിദേശ രാജ്യത്തും ഒട്ടും മോശമാക്കിയിട്ടില്ല. 25.5 കോടി രൂപയാണ് 5 ദിവസം കൊണ്ട് വിദേശ രാജ്യത്ത് 25-26 കോടി രൂപ വരെയുള്ള കളക്ഷൻ വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചിലപ്പം കുറച്ച് കൂടുതൽ വരാനേ സാധ്യതയുള്ളൂ. കാരണം കുറച്ച് കണക്കുകളൊക്കെ വിദേശ രാജ്യത്തെയൊക്കെ ഒഫീഷ്യലായിട്ട് പുറത്തു വരാനുണ്ട്. എന്തായാലും തന്നെ നിലവിലെ കണക്കനുസരിച്ചിട്ട് 25.5 കോടി രൂപയ്ക്ക് പുറത്ത് 26 കോടി രൂപ വരെ വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ 5 ദിവസം കൊണ്ടാണ്, ഇന്നലെ 5 ദിവസം കംപ്ലീറ്റ് ആയപ്പോഴാണ് 50 കോടി ക്ലബിലെത്തിയത്. ഇപ്പൊ 50 കോടി 20 ലക്ഷം രൂപയാണ് ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം 5 ദിവസം കൊണ്ട് ടർബോ സിനിമ തൂക്കിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിന്റെ തേരോട്ടം ഏതറ്റം വരെ പോകുന്നുള്ളത്. എന്തായാലും ഈ ആഴ്ച കാര്യമായിട്ടൊരു വലിയ റിലീസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ടർബോ സിനിമയ്ക്ക് ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലും നല്ല രീതിയിലുള്ളൊരു കളക്ഷൻ കൊയ്ത്ത് നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷകൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഈ സിനിമ എത്രത്തോളം 100 കോടി രൂപ നേടാൻ സാധ്യതയുണ്ടെന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എങ്കിലും 50-50 ചാൻസ് ആണ് ഞാൻ കാണുന്നത് 100 കോടി ക്ലബിലെത്താൻ. ചാൻസ് കൂടുതൽ 1% കുറയാൻ 100 കോടി ക്ലബിൽ എത്താതിരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പം ബൈ.